Hello guys, welcome back to Delhi. No, Dick Cruise vlog. Dick Cruise vlog. Sorry. Oh guys, എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളൊരു പുതിയ യാത്ര പോയിക്കൊണ്ടായിരിക്കുന്നത്. അതെ, അപ്പോ ട്രെയിനിലാണ് യാത്ര. അപ്പൊ ട്രെയിൻ യാത്ര ആകുമ്പോക്ക് ഏകദേശം എത്തും വരാം, ദൂരെ വരാം. ഞങ്ങൾ കുറച്ച് ദൂരേക്ക് ആകാൻ പോകുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഏകദേശം ഡൽഹിയിലേക്ക് എത്താറായി. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഡൽഹിയിലേക്ക് അത് ഏകദേശം എത്താനായി ഒരു 12 മണിക്കൂർ ഇനിയും ഉണ്ട്. അത് ഏകദേശം എത്താനായി. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് കാശ്മീർ വരെ പോയി വരാന്ന് വിചാരിച്ചു. ട്രെയിനിന് പല മോട്ടറുകളെയും വലിയ മോട്ടറിന്റെ കമ്പനിയൊക്കെ എന്ത് പറയുമ്പോൾ വൻ മോട്ടറേക്കാണ്. ആ മോട്ടർ ഒരുണ്ട് ഗൈസ്, ഞങ്ങൾക്ക് ട്രെയിനിൽ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിരുന്നു. कासरोड का फेमस बार्बर हूँ और ट्रेन में चाय कचड़ा करता हूँ. ऐसा डालते हूँ. ये इसका घर यूपी में है. ये इधर कासरगोड, हमारा कासरगोड में बाल काट रहा है. फिर हमारा कासरगोड को कुछ बुरा बोल रहे हैं. हाँ, अगली बार तुम कासरगोड आएगा मारेगा. और दूसरा चाय वाला आया है. और हुसैन, कैसे हो आप? मैं अच्छा ठीक है. हम किधर चलता हूँ? कश्मीर. ओ कश्मीर से. हाउ यू फील अबाउट टुडेज जर्नी? मजा आएगा. मजा. Tell your experience about today. ഹുസൈൻ്റെ അന്ന് മറ്റേ നിങ്ങൾ ഡൽഹി പോയില്ലേ, അപ്പൊ ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ടർ. Okay, tell me about today. How was your day? Very nice day. Okay, abo let's go. I'm not serious. भाई उसको चूतिया बजाते हैं. और guys, let's meet some more people. Oh, Zamil ka, and he is only our coordinator and trip manager. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏക വ്യക്തിയാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും മൂപ്പരുടെ കയ്യിലാണുള്ളത്. ജമീൽ ka, how was your day? പട്ടിണിയാണ്. അതുള്ളത് തന്നെ ഗൈസ്, ഇന്ന് ഫുള്ള് പട്ടിണിയാണ്. ട്രെയിൻ ചെയ്യുന്ന അങ്ങനെയാണ്. നിന്റെ അടുത്തേക്ക് ഞാൻ വരും. ഓക്കെ, അപ്പോ എങ്ങനെയായിരിക്കും നമ്മളെ കാര്യങ്ങള്? ചൂട്. ഓക്കെ, ഉള്ളോട്ടൊന്നും കാറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ട്രിപ്പിൽ എന്തെങ്കിലും പാഴ്ചകളോ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഏക വ്യക്തി ഇവനാണ്. എല്ലാത്തിനും കാരണം ഇവനാണ്. എന്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള 1 ലക്ഷം ആൾക്കാർ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 1 ലക്ഷത്തിൽ നീയും പെടും, ഇവനും പെടും, ഞാനും പെടും, എല്ലാരും പെടും. ഓക്കെ, അടുത്തതായി ഗൈസ് നമ്മളെ കൂടെ ഉള്ളത് ഉപ്പിനങ്ങാടിത്തെ ഏക പ്രഗത്ഭ ബിസിനസ്മാനായ തൻസീർ അവറുകളാണ്. തൻസീർ ഭയങ്കര ബിസിയാണ് ഗൈസ്. ബിസി വെച്ചാൽ അത്രയ്ക്കും ബിസിയാണ്, വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി കാലിങ്ങനെ പിടിച്ചിട്ടാണ് വന്നത്. അത്രയ്ക്കും ബിസിയാണ്. പിന്നെ പൈസ കൊണ്ട് കഥയല്ല, ഓന് പിന്നെ ട്രെയിൻ യാത്ര ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റിൽ പോവാന്ന് വരെ പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. തൻസീർ പറയൂ, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? തൻസീർ പറയൂ. നിന്റെ അവസ്ഥയിലല്ലേ മതി. അതെ. അടുത്തതായി ഗൈസ്, ആര് കഞ്ചായിട്ടോ? അത് ഇവിടല്ല, അത് കശ്മീർ എത്തിരാണ്. ഗൈസ്, അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുന്നു കയ്യാറാണ്. ഇൻസ്റ്റയിലെ പ്രഗത്ഭ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ് ഗൈസ്. മുന്നു കയ്യാർ, പറയൂ, ഹൗ വാസ് യുവർ ഡേ? എല്ലായിടത്തും വരും, കൂട്ടല്ലേ? പറയണ, കുറെ നേരം കുടിച്ചിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പറയൂ. ഓനാകെയുള്ള ഒരു സ്പാർക്ക് കാറിൽ മുന്നാണ് AC-ന്റെ ഗ്യാസ് നിറച്ചത്. അങ്ങത്തോ AC-ൽ പോകുന്നതാണ്. പിന്നെ ഗൈസ് ഒക്കെ വേറെ ഇപ്പൊ ക്യാമറ വരുന്നിടത്ത് ചീപ്പല മാറ്റുന്നുള്ള മൊഞ്ചായ കുറെ ടീംസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഇത് സ്ലീപ്പറാണ് ഗൈസ്. സ്ലീപ്പറിന്റെ അവസ്ഥയാണ് ഇത്. അല്ലെ, ആൾക്കാരെ വിചാരിക്കുമ്പോ ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് വിചാരിക്കും. ബട്ട് ഇത് ആക്ച്വലി എന്താ പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെന്റ് അല്ല. ഇതൊരു എന്താ പറയാ സ്ലീപ്പറാണ്. ബട്ട് സ്ലീപ്പറിന്റെ അവസ്ഥ ഭയങ്കര കഠിന കെടുകരമാണ്. ഇന്ന് ഞാൻ എന്നെ വിളിച്ച ഒരു ഫണ്ട് കേക്കട്ടെ ഒരു മിനിറ്റ്. ഞാന് മുനവർ ചെറിയ സീറ്റിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ അപ്പുറത്തേക്ക് 4 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പെണ്ണുങ്ങളും 2 ആണുങ്ങള്. അതിൽ 2 ചെക്കന്മാരും 1 പെണ്ണും ഈ സീറ്റിലും, പിന്നെ 1 പെണ്ണ് മാത്രം അപ്പുറത്തെ സീറ്റിലും. മുനവർ എന്ത് ചെയ്തു, ആ ഗ്യാപ്പിൽ വെച്ച് അപ്പുറത്തെ സീറ്റിലുണ്ട്. ഒരു പെണ്ണ് മാത്രമുള്ള ആ ഗ്യാപ്പിലുണ്ട്. അപ്പൊ മുനവർ ഇരുന്നപ്പോ എന്ത് ചെയ്തു, ആ പെണ്ണ് ഇപ്പുറത്തേക്ക് ഇരുന്നു. പിന്നെ അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തി. മുനവറിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് 2 പയ്യന്മാരും ഇങ്ങനെ ഉണ്ട്. ആ സീനാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ആക്കിയ സീൻ ഞാൻ ഇപ്പൊ റിയാലിറ്റിയിൽ കാണിച്ചു തരാം. മുനവറെ കണ്ടില്ലേ, അതാണ് മുനവറാണ് ഒറ്റക്കും അപ്പുറത്തെ സീറ്റിൽ 4 ആൾക്കാർ. പിന്നെ ആക്ച്വലി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏകദേശം എല്ലാവർക്കും അറിയാം മുനവർ ഒരു മുനവർ ആക്ച്വലി ഒരു കാട്ടുകോയാണ്. കാട്ടുകോയാണ്. കാട്ടിൽ മാത്രം പ്രത്യേകം കാണപ്പെടുന്ന ഒരു കോയാണ്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ട്രെയിനിന്റെ അകത്താണെങ്കിലും പുറത്തത്തെ ചൂട് ഞങ്ങൾക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പ്, പുറത്തത്തെ ചൂട് കാറ്റെടുത്ത്. Only girls, not boys, okay? Follow नहीं करो, message. Number देगा, number call करो, no call करो. Only message, no calling. अच्छा है. Only रात call करो, no message. ए भाई सुबह में ऐसे बोलेगा, रात होने का टाइम कॉल करने का, ठीक है? Yeah, busy. സത്യം പറഞ്ഞ ആളൊരു പൊട്ടയാ. സത്യം അവൻ തൊടയിലാ കയറി പിടിക്കുന്നുണ്ട്. കള്ള മന്തി ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എന്താ ചവിട്ടി പറഞ്ഞോ കത്തി ആലോചിച്ച്. സത്യം പോലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്തേലും പറഞ്ഞ് തള്ളി മതി, അപ്പൊ കേട്ട് മോട്ടറാവും. അങ്ങനത്തെ ഒരു ഒട്ടയാണ്. അപ്പൊ അങ്ങനെയാണ് കേസ്. പിന്നെ ട്രെയിനിലെ ചൂട് ഭയങ്കര മറ്റെന്ന് പറയാ. ട്രെയിനിലെ ചൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലത് പറയാനുള്ളൂ. തൊലിയൊക്കെ പിന്നെ ഗൈസ് നോക്ക, എന്റെ പൊന്നു പോലത്തെ മുടി ചേരില്ല, നമ്മളെ ചെപ്പിന്റെ ചേരി അതുപോലെ ഗൈസ് നോക്കി. ചൂട് കാറ്റടിച്ചിട്ട് ആകെ എന്റെ മുടി നോക്ക് ഗൈസ്. മസാജ് അള്ളാടെ വൈബ്. അള്ളാടെ മജാ അള്ളാടെ മജാത്. उसको मेरा एक्सप्रेशन दिया है. अच्छा होता है. अल्लाह टॉप ഗൈസ് ടോവാണ്. ഓരോ കുണ്ടനായാലും സാറില്ല, നല്ല മസാജ് ആക്കി തന്നു. താങ്ക് യു. അപ്പൊ അത്ര ഉള്ള ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നലെ തുടങ്ങി. അതിനാണ് മജ കിട്ടി, എന്റെ മജ കിട്ടിട്ട് വന്ന്. അപ്പൊ അല്ലോള ഫവാസിനെ പരിചയപ്പെടുത്തിട്ടാ. ഫവാസെ എന്തേലും പറഞ്ഞോ, എന്തേലും പറയും. ഫവാസിന് ആകെ വിഷമം കേസ്. എന്താ പറഞ്ഞാല് ഓന്റെ കുട്ടിയായിട്ട് ജസ്റ്റ് മെസ്സേജ് ആക്കാൻ പറ്റുന്നില്ല. മറ്റന്നാള് പിന്നെ നവാഫിന്റെ കുട്ടീന്റെ നിക്കാഹൊക്കെ ഉണ്ട്. ഹാപ്പി കൺഗ്രാജുലേഷൻ. ഓക്കെ ഗൈസ്.
അപ്പോൾ ഇൻഷാല്ല നാളെ രാവിലെ നമ്മൾ ഡൽഹി എത്തും. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും നോയ്സ് പൊല്യൂഷൻ ആണ് ഗൈസ് ഇടാൻ. അപ്പോൾ നാളെ എന്തായാലും കാണും. ഓക്കെ ബൈ 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 ബൈ. Okay, bye. Bye, boy.